മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് നീക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. കെജ്രിവാളിന് അധികാരത്തിൽ നിന്ന് നീക്കാൻ നിയമപരമായ അവകാശമില്ലെന്ന നിരീക്ഷണത്തോടെയാണ് കോടതി ഹർജി തള്ളിയത്. ED കസ്റ്റഡിയിലെടുത്ത കെജ്രിവാളിന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 21 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജൂൺ 2 തിരികെ തിഹാർ ജയിലിലെത്തണമെന്ന് സുപ്രീം കോടതി കെജ്രിവാളിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപകുമാർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാമെങ്കിലും മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിക്കാൻ കെജ്രിവാളിന് അനുമതിയില്ല എന്നും കോടതി വ്യക്തമാക്കി. കെജ്രിവാളിന് ജാമ്യം നൽകുന്നതിന് ED കോടതിയിൽ എതിർത്തെങ്കിലും ഫലമുണ്ടായില്ല. ഡൽഹി മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും 21 ദിവസം കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള പങ്കിനെ കുറിച്ചും അന്വേഷണത്തെക്കുറിച്ചുള്ള അഭിപ്രായമോ പറയുന്നതിൽ നിന്ന് കെജ്രിവാളിനെ കോടതി വിലക്കിയിട്ടുണ്ട്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് 21 ED കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് കെജ്രിവാൾ നൽകിയ പരാതി കോടതിയുടെ പരിഗണനയിലുണ്ട്.